ലക്ഷം രൂപ 7.3 ലക്ഷമാക്കണോ, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ 73 ലക്ഷമാക്കണോ? അതിനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. സ്മോൾ ക്യാപ്പ് 250 മൊമെന്റം ക്വാളിറ്റി 100 ഇൻഡെക്സിൽ 10 വർഷം മുൻപ് നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ. എന്നാൽ അത്തരത്തിലൊരു അവസരം കൂടി നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതേ ഇൻഡെക്സിനെ റിപ്ലിക്കേറ്റ് ചെയ്ത് മറ്റൊരവസരം ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഒരുക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ICICI പ്രൊഡൻഷ്യൽ ലൈഫ് സ്മോൾ ക്യാപ്പ് 250 മൊമെന്റം ക്വാളിറ്റി 100 ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചാണ്. പഴയ ചരിത്രം ആവർത്തിക്കുമെന്നോ മാർക്കറ്റ് അതുപോലെ പ്രവർത്തിക്കുമെന്നോ അല്ല പറയുന്നത്. പണം നല്ല രീതിയിൽ നിക്ഷേപിക്കണം. എന്നാൽ നിക്ഷേപിക്കുന്ന പണം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. നിക്ഷേപിക്കുന്ന പണത്തിന് 100% ഗ്യാരണ്ടിയും വേണം. തിരിച്ചു കിട്ടുന്ന പണത്തിന് നികുതി ഉണ്ടായിരിക്കരുത്. നല്ല രീതിയിൽ പണം വളരുകയും വേണം. ഇതൊക്കെയാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ ഈ അവസരം നിങ്ങൾക്കുള്ളത് തന്നെയാണ്. കൃത്യമായി IRDA റെഗുലേറ്റ് ചെയ്യുന്ന പുതിയ നിക്ഷേപത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിക്ഷേപിക്കുന്ന പണം നഷ്ടമാകാതെ 100% ഗ്യാരണ്ടിയോടെ ചിട്ടിയിലും ബാങ്കിലും ഇടുന്നതിനേക്കാൾ ലാഭസാധ്യതയുള്ള പുതിയ പദ്ധതി ICICIയുടെ പ്രൊഡൻഷ്യൽ ലൈഫ് സ്മോൾ ക്യാപ്പ് 250 മൊമെന്റം ക്വാളിറ്റി 100 ഇൻഡെക്സ് ഫണ്ടാണത്. ICICI ബാങ്ക് ആണ് ഈ ഫണ്ടിന്റെ പ്രൊമോട്ടർ. ഈ മാസം 31-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ അതിനുള്ള അവസരം. അതായത് ഇനി 10 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇട്ട പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇന്നും പൈസ നിക്ഷേപിക്കാൻ ബാങ്കും ചിട്ടിയും ഒക്കെ തിരഞ്ഞെടുക്കുന്നവർ ധാരാളമാണ്. എന്നാൽ അവരൊന്നും തന്നെ മാർക്കറ്റിൽ വരുന്ന ഇത്തരം അവസരങ്ങളെ കുറിച്ച് അറിയാറില്ല എന്നതാണ് വസ്തുത. ബാങ്കിൽ RD ആക്കിയിട്ടാൽ എത്ര രൂപയാണ് നമുക്ക് കിട്ടുക? 4-5% മാത്രമാണ് റിട്ടേൺ സാധ്യതയുള്ളത്. എന്നാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി വളർച്ചയുള്ള കൃത്യമായി ഗവൺമെന്റ് ബോഡി റെഗുലേറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ഫണ്ടുകളിൽ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ നൽകിയ ലിങ്ക് വഴി ക്യാപിറ്റൽ ഗ്യാരണ്ടീഡായി നിക്ഷേപിക്കുകയാണെങ്കിൽ നിക്ഷേപിക്കുന്ന പണം 100% സുരക്ഷിതമാക്കുകയും ചെയ്യാം. നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം നമ്മുടെ പണം സുരക്ഷിതമാക്കാനും മറ്റൊരു ഭാഗം മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള 250 സ്മോൾ ക്യാപ്പ് കമ്പനികളെ സെലക്ട് ചെയ്ത് അതിൽ ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന 100 കമ്പനികളിൽ നിക്ഷേപിക്കുകയും ചെയ്യും. വളർച്ചയുടെ പൊട്ടൻഷ്യൽ നോക്കി തിരഞ്ഞെടുത്ത 100 കമ്പനികളിലേക്കാണ് പണം നിക്ഷേപിക്കുക. ഇന്നത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ നല്ല റിട്ടേൺ സാധ്യത പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. മാസം ചെറിയ തുക, അതായത് 2000 രൂപയൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ ദീർഘനാളത്തേക്ക് നിക്ഷേപിക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും മികച്ച അവസരം തന്നെയാണ് ഇത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ഇൻഡെക്സിന്റെ വാർഷിക ശരാശരി റിട്ടേൺ നോക്കിയാൽ 22% റിട്ടേൺ വരുന്നത്. ഈ സംഖ്യ ബാങ്കിലിട്ടാലോ കൂടിപ്പോയാൽ 5 മുതൽ 7% വരെയായിരിക്കും. മാത്രവുമല്ല 5 വർഷത്തിലെ പ്രതിവർഷ ശരാശരി റിട്ടേൺ 32.6%. ഇവിടുത്തെ NAV ആകട്ടെ വെറും 10 രൂപയും. ഈ കണക്കുകൾ പറയുമ്പോൾ ആശയക്കുഴപ്പമുണ്ടായേക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരികയാണെങ്കിൽ ഈ ബെഞ്ച് മാർക്കിൽ 10 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2014-ൽ നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ 2024 ആകുമ്പോഴേക്കും 7.3 ലക്ഷം രൂപയായി നിങ്ങളുടെ കയ്യിൽ കിടന്നേനെ. 10 വർഷം മുൻപത്തെ ഈ അവസരം നഷ്ടമായവർക്ക് ഇപ്പോൾ ഈ NFOയിൽ നിക്ഷേപിക്കാൻ സുവർണ അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത്രയും ലാഭം നിങ്ങൾക്ക് ബാങ്കിലോ അല്ല ചിട്ടിയിലോ ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? കൂടിപ്പോയാൽ ഇരട്ടി കിട്ടുമായിരിക്കും. എന്നാൽ ഇവിടെയോ എത്ര ഇരട്ടിയാണ് ലാഭമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. ഇതേ ഇൻഡെക്സിനെ റെപ്ലിക്കേറ്റ് ചെയ്താണ് ഈ NFO പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് വിലയിരുത്തലുകൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം ഫണ്ട് സുരക്ഷിതമാക്കാനും മറ്റൊരു ഭാഗം നന്നായി പെർഫോം ചെയ്യുന്ന വിവിധ മൊമെന്റം കമ്പനികളിലേക്കുമാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് തകർന്നു പോയാലും നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് ഒന്നും സംഭവിക്കില്ല. മാത്രവുമല്ല സെപ്റ്റംബർ 30, 2024 വരെയുള്ള കണക്കനുസരിച്ച് 3.2 ലക്ഷം കോടിയാണ് ICICI പ്രൊഡൻഷ്യൽ എന്ന കമ്പനിയുടെ AUM വരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വിശ്വാസ്യതയും കെട്ടുറപ്പിനെ കുറിച്ചും യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. 5 വർഷം കൊണ്ട് സ്മോൾ ക്യാപ്പ് മാർക്കറ്റ് ക്യാപ്പ് 239% വളർച്ചയാണ് കൈവരിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 30, 2024 വരെയുള്ള സോൾവൻസി റേഷ്യോ നോക്കുകയാണെങ്കിലോ 188.6%. സാമ്പത്തിക മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ICICIയുടെ ഈ അവസരം ഏറെ പ്രയോജനകരമാണ്. കാരണം ഇൻഫ്ലേഷൻ വന്ന് പണത്തിന്റെ മൂല്യമിടിയുന്ന ഒരവസ്ഥ ഇവിടെ വരില്ല. മാത്രവുമല്ല 3 കാര്യങ്ങൾ ഇവർ ഉറപ്പ് നൽകുന്നുമുണ്ട്. ഒന്നാമത്തേത് ക്യാപിറ്റൽ ഗ്യാരണ്ടി തന്നെയാണ്. രണ്ടാമത്തേതാകട്ടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. മൂന്നാമത്തേതാകട്ടെ ഗ്രോത്തുമാണ്.
മാത്രവുമല്ല, നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ പോലും നിങ്ങളുടെ തുക കൃത്യമായി എത്തേണ്ട കൈകളിൽ തന്നെ എത്തുന്നതാണ്. അതായത് നിങ്ങൾ മാസം 10,000 രൂപയാണ് അടയ്ക്കുന്നത് എന്ന് കരുതുക. നിങ്ങൾക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചു പോയി. ലൈഫ് കവർ പെയ്ഡ് ആയിട്ട് നോമിനിക്ക് ലഭിക്കുക 12 ലക്ഷം രൂപയാണ്. അതായത് മാസം അടയ്ക്കുന്ന തുകയുടെ 120 മടങ്ങ് ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കും. ഇതിനൊക്കെ പുറമെ ഒരു വർഷം 2.5 ലക്ഷം രൂപ വരെ നമ്മൾ നിക്ഷേപിച്ചാലും തിരിച്ചു കിട്ടുന്ന പണത്തിന് 1 രൂപ പോലും നികുതി കൊടുക്കേണ്ടി വരില്ല. ബാങ്കിൽ ഇട്ടാലോ പിന്നെയും നമ്മുടെ പണം നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് തന്നെ പോകും. പിന്നെ നമുക്ക് മാത്രമല്ല കേട്ടോ, പ്രവാസി സുഹൃത്തുക്കൾക്കും ഇവിടെ നിക്ഷേപിക്കാൻ അവസരമുണ്ട്. മാസം 18,000 രൂപ നീക്കി വെക്കുകയാണെങ്കിൽ 3 കോടിയുടെ വരെ റിട്ടേൺ സാധ്യത കമ്പനി പറയുന്നുണ്ട്. പിന്നെ ക്ഷമയോടെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമായി ചെറിയ തുക മാസം നീക്കി വെക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ മികച്ച റിട്ടേൺ ഇതിലൂടെ ഉറപ്പുവരുത്തുകയും ചെയ്യാം. പിന്നെ കുറഞ്ഞ ലോക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം എത്ര വർഷത്തേക്കുള്ള പദ്ധതിയാണ് വേണ്ടതെന്ന് സ്വയം തീരുമാനിക്കാനും അവസരമുണ്ട്. അല്ലെങ്കിൽ കസ്റ്റമർ കെയറിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് തീരുമാനിക്കാനാകും. സ്ഥിരമായി അടയ്ക്കേണ്ട തുകയായതിനാൽ തന്നെ നിങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു തുക മാത്രമേ അതിനായിട്ട് തിരഞ്ഞെടുക്കാവൂ. വലിയ സംഖ്യ അതിനായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാ മാസവും ആ സംഖ്യ തന്നെ നൽകാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വേണം. നേരത്തെ പറഞ്ഞതുപോലെ 2,000 രൂപ മുതൽ നിക്ഷേപിക്കാൻ ഇവിടെ അവസരമുണ്ട്. ഇത്തരം അവസരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ തന്നെ ഇത് തട്ടിപ്പാണെന്നും വെട്ടിപ്പാണെന്നും ഒക്കെയുള്ള കമന്റുകൾ ഒരുപാട് വരാറുണ്ട്. എന്നാൽ ഇതൊക്കെ കൃത്യമായി IRDA റെഗുലേറ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ നിയമങ്ങൾ കർശനമായതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരുവിധ തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ സാധിക്കും.